നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എന്നെ പുതിയതായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനലിലൂടെ കാണുന്നെങ്കിൽ ഞാനൊരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടും വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടും ഫാമിലി വ്ളോഗും ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് കേട്ടോ. പേര് കനക ഗൗതം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ചൂട് കാലാവസ്ഥയാണല്ലേ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ചൂട് കാലാവസ്ഥയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ വരുന്ന ചില പ്രശ്നങ്ങളാണ്, അതായത് വണ്ണമുള്ളവർക്കാണ് ഒന്നും കൂടെ കൂടുതലായിട്ട് വരുന്നത്. അതായത് ഈ നമ്മുടെ ഈ ഒരു ശരീരം മടങ്ങി ഇടുങ്ങിയിരിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് മാംസങ്ങൾ കൂടുതലാണല്ലോ, അതായത് വെയിറ്റ് ഉള്ളവർക്ക് മാംസം കൂടുതലാണ്. അപ്പം നമുക്ക് കൂടുതലായിട്ടും വരുന്ന പ്രശ്നങ്ങളാണ്. ഒന്നാമത്തെ കാര്യം നല്ല രീതിയിൽ ചൂടൂര് വരിക, പിന്നെ ഈ മാംസം ഇങ്ങനെ അമങ്ങിയിരിക്കുന്ന സ്ഥലത്തൊക്കെ റാഷസ് വരിക, ഫംഗസ് വരിക, അതേപോലെ ചൊറിച്ചിൽ വരിക, വിയർപ്പ് തങ്ങിയിരുന്നിട്ട് അല്ലെങ്കിൽ വെള്ളം തങ്ങിയിരുന്നിട്ടായിരിക്കും അതൊക്കെ നമുക്ക് വരുന്നത്. ഇനി അല്ലാത്തവർക്കാണെങ്കിൽ തന്നെ ബോഡി ഹീറ്റ് കൂടുതലുള്ളവർക്കും ഇതേപോലെ തന്നെ നല്ല ബോഡിയിൽ നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുക, വിയർപ്പിരിക്കുന്നിടത്ത്, അതായത് നമ്മുടെ ചെവിയുടെ ബാക്കിൽ, പിന്നെ കഴുത്തിൽ, പിന്നെ നമ്മുടെ ഈ ഒരു അണ്ടർ ആംസിൻ്റെ ഏരിയ ഉണ്ടല്ലോ അവിടെ, ചിലർക്കൊക്കെ ഈ ബ്രസ്റ്റിൻ്റെ താഴെ തന്നെ ഈ മാംസം ഇങ്ങനെ അമങ്ങിയിരിക്കുന്നിടത്ത് നമ്മുടെ ഈ ഒരു ഇന്നറൊക്കെ ഇടുന്ന ടൈമിൽ അവിടെയൊക്കെ നല്ല രീതിയിൽ ചൊറിച്ചിൽ പൂപ്പൽ പോലൊക്കെ വരാറുണ്ട്. ഇനി അതല്ലെങ്കിൽ തുടയിടുക്കുകളിൽ അവിടെയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരാറില്ലേ, അത് ചെറിയ പൂപ്പലാവാറുണ്ട്. അത് ഈ വിയർപ്പ്, ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വിയർപ്പും കാര്യങ്ങളും ഇരിക്കുമ്പോഴാണ് അത് വരുന്നത്. ഇനി അല്ലാത്തവരാണെങ്കിൽ ഈ വെള്ളം നനവൊക്കെ ഇരിക്കുമ്പോഴും വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് 2 പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്കിപ്പോൾ പോലും എനിക്കിത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനങ്ങനെ പുറത്ത് ജോലിക്കൊന്നും പോകുന്ന ഒരാളല്ലല്ലോ, വീട്ടിൽ തന്നെയാണ്. പക്ഷേ വീട്ടിലെ ചൂട് കാരണം ഞാൻ രാത്രി കിടക്കുന്ന ടൈമിൽ ദേഹത്ത് വെള്ളം ഒഴിച്ചിട്ട് അത് തുടയ്ക്കാതെ വന്ന് കിടക്കുമായിരുന്നു. എന്നിട്ട് രാത്രിയൊക്കെ ആകുമ്പോൾ വീണ്ടും നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകാൻ എണ്ണിക്കുകയാണെങ്കിലും ദേഹത്ത് മൊത്തത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അത് തുടയ്ക്കില്ല, മെയിൻ ഉടുപ്പെടുത്തിട്ടിട്ട് വന്നെങ്കിൽ കിടന്നുറങ്ങും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ഒന്നാമത് വണ്ണവും കൂടെ ഉള്ളതാണല്ലോ. അപ്പോൾ ഈ വെള്ളം ഇരുന്ന് എനിക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ പോലെ വരികയും അവിടെ ഇങ്ങനെ ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ ആവുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതും എനിക്ക് നല്ല, അതായത് എനിക്ക് ചെവിയുടെ ഇടുക്കിലായിരുന്നു കേട്ടോ, ചെവിയുടെ ബാക്കിലായിരുന്നു കൂടുതലായിട്ടും വന്നിരുന്നത്. അപ്പോൾ ഞാനത് മാറാനായിട്ട് യൂസ് ചെയ്ത പ്രൊഡക്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഷവർ ടു ഷവർ എന്ന് പറയുന്നതൊക്കെ ഈ പ്രിക്കിൾ ഹീറ്റ് പൗഡർ ഉണ്ടല്ലോ, അത് ചൂടുകുരുവിന് ഇടുന്ന പൗഡർ ഇട്ടിട്ട് അതിന് കാര്യമില്ല. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റിയ 2 അടിപൊളി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു സോപ്പാണ്. അത് ഒരു ആയുർവേദ സോപ്പാണ് കേട്ടോ. ഇത് നമ്മൾ ബോഡിയിൽ എവിടെ ആയാലും ഇപ്പം നമ്മൾ ഡെയിലി ഇത് തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. ഒരു ആയുർവേദ മെഡിസിൻ അടങ്ങിയ സോപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം ഞാൻ കാണിച്ചു തരുന്നത് ഒരു ആയുർവേദ സോപ്പാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പേര് ഏലാദി സോപ്പ് എന്നാണ്. ഇത് നാഗാർജുന അവരുടെ ആണ് കേട്ടോ ഈ ഏലാദി സോപ്പ്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഫൈറ്റ് ഓൺ സ്കിൻ ഡിസീസസ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏലാദി ഓയിലും തൂവരക തൈലവുമാണ് കേട്ടോ ചേർന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ സാഫ്രോണും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ്. നമ്മുടെ സ്കിൻ ഡിസീസസ് എല്ലാത്തിനും തന്നെ ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ സ്കിന്നിൽ നമുക്ക് ശരീരത്തിനുണ്ടാവുന്ന പിമ്പിൾസ് ഉണ്ടല്ലോ, ചിലർക്ക് ശരീരത്തിൽ നല്ല രീതിയിൽ ബോഡി ആക്നീസ് വരാറുണ്ട്. അത് നമ്മുടെ ബാക്കിലും നമ്മുടെ മുതുകിൽ വരാറുണ്ട്. ചിലർക്ക് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നെഞ്ചിൻ്റെ ഈ ഒരു ഏരിയയിലൊക്കെ വരാറുണ്ട്. എനിക്കിത് ഇത് കഴുത്തിലൊരു ചൂടുകുരു വന്നു കഴിഞ്ഞാൽ, നിങ്ങളടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ ഇത് പൊക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂടുകുരു വരാറുണ്ട്. ഈ ചൂട് കാരണം, ഒന്നാമത്തെ കാര്യം എനിക്ക് PCOD ഉണ്ട്. അപ്പോൾ എനിക്ക് ബോഡി ഹീറ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ അതിനുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത്. എന്നിട്ട് പോലും അത് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എനിക്കിങ്ങനെ കഴുത്തിലാണ് കേട്ടോ അതിൻ്റെ പിമ്പിൾസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ പിമ്പിൾസ് വരിക, ബോഡി ഫുള്ള് പിമ്പിൾസ് വരിക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഇനി അതല്ല ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സോപ്പാണ് കേട്ടോ. ഇതും നല്ലതാണ്. ഇതേപോലെ തന്നെ ഇന്ദുലേഖ സോപ്പുണ്ട്, അതും നല്ലതാണ് കേട്ടോ. പക്ഷേ ഇന്ദുലേഖ സോപ്പിനെക്കാളും ഒന്നും കൂടെ നല്ലതായിട്ട് എനിക്ക് ഇത് തോന്നിയിട്ടുണ്ട്. കാരണം ഇന്ദുലേഖ സോപ്പിന് ഞാൻ ഓൾറെഡി ഇന്ദുലേഖ സോപ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് വലിയ മണമൊന്നുമില്ല. നമ്മളിങ്ങനെ കുളിച്ചിട്ടിറങ്ങിയാലും കുളിച്ചൊരു ഫീൽ ഉണ്ടാവില്ല. ശരിക്കും മണം വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കുളിച്ചിറങ്ങി കഴിയുമ്പോൾ ബോഡിയിലൊക്കെ ഒരു ചെറിയ മണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കുളിച്ചിറങ്ങി എന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത്. ഇതാകുമ്പം കുറച്ചും കൂടെ ഒരു ഡീസൻറ്റ് പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ.
നല്ലൊരു മണമുണ്ട്. അതായത് ഭയങ്കര മണമല്ല, ഒരു ആയുർവേദ ഒരു സ്മെല്ലൊക്കെ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സോപ്പാണ്. മാത്രമല്ല ഇത് ഏലാതി തൈലമൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. ഒരുപാട് ബെനിഫിഷ്യലാണ്. നിങ്ങൾക്ക് ആക്നീസ് ഉണ്ടെങ്കിലോ ഇനി റാഷസ് ഉണ്ടെങ്കിലോ ഇനി അതല്ല ഇച്ചിങ് ആയിട്ടുള്ള പൂപ്പൽ പോലെയൊക്കെ വരിക, അതായത് നമ്മുടെ ശരീരത്തിൽ ഞാനിവിടെ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ചെറിയ വെള്ള പോലെ വന്നിട്ട് ഇങ്ങനെ രോമം പൊഴിയുക, അതേപോലെ ഈ വട്ടച്ചൊറി പോലെയൊക്കെ വരാറുണ്ടല്ലോ, പടരുന്നത് അതൊക്കെ, അത് ഞാനിവിടെ ഫോട്ടോ കാണിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലോ ഇനി അതല്ല ചൂടുകുരു ഉണ്ടെങ്കിലോ ഈ റെഡ് കളറിലൊക്കെ നമുക്കിങ്ങനെ വിയർപ്പൊക്കെ ഇരുന്നിട്ട് ചൊറിഞ്ഞിട്ട് റാഷസ് പോലെ വരത്തില്ലേ, അതൊക്കെ ഉണ്ടെങ്കിലോ നിങ്ങൾ ഈ ഒരു സോപ്പ് യൂസ് ചെയ്ത് കുളിക്കുക കേട്ടോ. നല്ലതാണ്. ഇപ്പോൾ ചൂട് കാലാവസ്ഥയാണ്, ഇതൊക്കെ നോർമലായിട്ട് എല്ലാവരുടെ ശരീരത്തും വരുന്ന കാര്യങ്ങളാണ്. അയ്യോ ഇത് എനിക്കെന്താ ഇങ്ങനെ എന്ന് വിചാരിക്കണം, മിക്കവർക്കും സ്കിന്നിന് വരുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ആദ്യത്തെ ഈ ഒരു സോപ്പാണ്. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പൗഡറാണ് കേട്ടോ. ഇത് ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പൗഡറാണ്, നമ്മുടെ നോർമൽ പൗഡറല്ല. അതാണിത്. ഇത് മെഡിക്കൽ സ്റ്റോറിൽ ഇത് രണ്ടും വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഈ ഏലാതി സോപ്പ് നമ്മുടെ ആയുർവേദ മെഡിസിൻസ് ഒക്കെ കിട്ടുന്നിടത്തൊക്കെയാണ് ഞാൻ അവിടെ നിന്നാട്ടോ ഇത് വാങ്ങണേ. അവിടെ ഉണ്ട് കേട്ടോ. ഇത് ഇനി ഓൺലൈനിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഇനി അടുത്തതാണ് ഈ കാൻഡി ഡസ്റ്റിംഗ് പൗഡറാണ് കേട്ടോ. ഇത് മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാലും നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ പലയിടത്തും ഇത് ഇരിപ്പുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഞാനിത് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഇതൊരു 2 എണ്ണം അങ്ങനെയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിലോ ഇനിയിപ്പോൾ നിങ്ങൾക്കാണെങ്കിലോ നിങ്ങൾക്കൊക്കെ ഈ ഇൻഫെക്ഷൻസ് വരിക, ഇപ്പോൾ മെയിനായിട്ട് കുട്ടികൾക്കാണ് ഈ റാഷസ് പോലെ തുടങ്ങി ഇടുക്കിലൊക്കെ ഭയങ്കര ചൊറിച്ചിലായിട്ട് വരിക, ഇങ്ങനെ വട്ടച്ചൊറി പോലെ വരിക, അങ്ങനെയൊക്കെ ഉള്ളത് കുട്ടികൾക്കാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. ഇത് കാൻഡിഡ് ഡസ്റ്റിംഗ് പൗഡർ എന്നാണ് പറയുന്നത്. ഇത് എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്കിൻ ഇറിറ്റേഷൻസിനും ഇച്ചിങ്സിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈവൻ വട്ടച്ചൊറി പോലെ വന്ന് പടരുന്നതാണെങ്കിൽ പോലും ഇത് ഒരാഴ്ച കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറും കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻസ്, അതായത് പൂപ്പൽ പോലൊക്കെ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ടല്ലോ, അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത സ്വെറ്റ് റാഷ്, അതായത് നമ്മുടെ വിയർപ്പ് ഇരുന്നിട്ട് ചൊറിഞ്ഞ് ഭയങ്കര ഒരു ചുമന്ന കളറ് പോലെയൊക്കെ വരുമല്ലോ, എന്താ പറയുക, ഞാനിവിടെ പിക്ക് കിട്ടുകയാണെങ്കിൽ ഇടാം കേട്ടോ. അങ്ങനെ വരുമല്ലോ, ഭയങ്കര ഇറിറ്റേഷനായിട്ട് ചൊറിച്ചിൽ, പിന്നെ അവിടെ ചുമന്ന് ഒരുമാതിരിയായി അങ്ങനെയൊക്കെ ഒരു നീറ്റലും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഇത് സംഭവം ഉണ്ടല്ലോ, നമ്മുടെ വിയർപ്പ് ഇരുന്നിട്ട്, അത് മാറാൻ നല്ലതാണ്. പിന്നെ ഇച്ചിങ് ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. അതായത് ചെറിയ ചൊറിച്ചിൽ പോലൊക്കെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഒരുമാതിരിയൊക്കെ ഒരു സെൻസിറ്റീവായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ അത് മാറാൻ നല്ലതാണ്. സ്കിൻ ഇറിറ്റേഷൻസ് എന്ന് പറയുന്നുണ്ട്, അതായത് സ്കിന്നിൽ വരുന്ന എന്ത് തരം പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ മാറ്റാനായിട്ട് അപ്പോൾ നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇത് എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു ക്രീം എന്ന് പറയുന്ന ഈ ഒരു പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ പൗഡർ പോലെ തന്നെ കേട്ടോ. പക്ഷെ ഇത് മുഖത്ത് യൂസ് ചെയ്യേണ്ടതല്ല കേട്ടോ. ഇത് മുഖത്തല്ല യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ ബോഡിയിലും കഴുത്തിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ക്ലോട്രിമസോൾ ആണ് കേട്ടോ. അത് 1% ആണ്. ഇതൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മെഡിസിൻ അല്ല, ഇതിലാകെ ഒറ്റ കോമ്പൗണ്ടേ ഉള്ളൂ കേട്ടോ. അതാണ് ഈ ക്ലോട്രിമസോൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ ശരീരത്തിൽ വരുന്ന ഇങ്ങനത്തെ ഉള്ള എല്ലാ ഇച്ചിങ് ആയാലും അങ്ങനത്തെ ഉള്ള എല്ലാ ഇഷ്യൂസിനും ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. സാധാരണ ഒരു ഡസ്റ്റിംഗ് പൗഡറാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, സാധാരണ ഒരു പൗഡറാണിത്. നമുക്കിങ്ങനെ ഇടാം, ചെറിയൊരു മണമൊക്കെ ഉണ്ട്, ഒരു പൗഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ഇച്ചിങ് വരുന്നത്, മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ചെവി ഇടുക്കിലായിരിക്കും. ചെവി ഇടുക്കിൽ വരികയാണെങ്കിലും ഇത് കുറച്ചെടുത്തിട്ടിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇനി കഴുത്തിലാണെങ്കിൽ കഴുത്ത് ഇടുക. ഇനി നമ്മുടെ നെഞ്ചത്തൊക്കെ വരാറുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അവിടെ ഇടുക. പിന്നെ നമ്മുടെ ഈ ഒരു ബ്രസ്റ്റിന് താഴെയായിട്ടൊക്കെ ഇങ്ങനെ അമങ്ങിയിരുന്ന് ചിലർക്ക് ഈ ജോലിക്കൊക്കെ പോയി ഈ ഒരു ടൈമിൽ ചൂടൊക്കെ കൊണ്ടിട്ട് നമ്മുടെ ഇന്നറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കരമായ രീതി, അതായത് ബ്രേസറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇറുകിയിരുന്നിട്ട് അവിടെ ഒരു ചൊറിച്ചിൽ പോലെയും ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് കുളിച്ചിട്ട് വരിക. ക്ലീൻ ആയ ബോഡിയിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. അതായത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഏലാതി സോപ്പ് ഇട്ടിട്ട് കുളിച്ചിട്ട് വന്നിട്ട് നല്ല ഡ്രൈ ആക്കും, ബോഡി നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഇച്ചിങ് ഒക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിട്ട് കൊടുക്കുക, ഒന്ന് റബ്ബ് ചെയ്യുക, എന്നിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് കിടന്നുറങ്ങുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇത് 2 നേരം യൂസ് ചെയ്യാം. ഡേ ടൈമിലും ഇത് യൂസ് ചെയ്യാം, നൈറ്റിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു 2-3 വട്ടമൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഇച്ചിങ് ഒക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനായിട്ട്.
ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ഇത് മാറി കിട്ടും കേട്ടോ. ഇനി അതല്ല തുടയിടുക്കിലാണ് പ്രശ്നമെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മെയിനായിട്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇന്നേഴ്സ് ഒന്നും അധികം യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ വീടിനകത്ത് കുഴപ്പമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നൈറ്റ് കിടന്നുറങ്ങുമ്പോഴെങ്കിലും ഡ്രസ്സ് കോട്ടൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് ഇന്നേഴ്സ് ഒന്നും അധികം ടൈറ്റ് ഉള്ളത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ചൂടാണ്, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഇറിറ്റേഷൻ ആയാലും ഈ റാഷസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ടൈറ്റ് ആയിട്ടുള്ള ഇന്നേഴ്സും കൂടി ഇടുമ്പോൾ അത് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ബാക്ക് ഉണ്ടല്ലോ, ഈ ഒരു സൈഡിൽ നമ്മുടെ പെടലി എന്ന് പറയുന്ന സൈഡിൽ അവിടെയും ചിലർക്ക് ഇങ്ങനെ ഭയങ്കരമായ രീതിയിൽ ചൊറിച്ചിൽ, വിയർപ്പിരുന്നിട്ട് ചൊറിച്ചിൽ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയും ഇട്ട് കൊടുക്കാം. ചെവിക്ക് ഇടയിൽ വേണമെങ്കിൽ ഇടാം. ഈവൻ നമ്മുടെ അണ്ടർ ആംസിൽ ചിലർക്ക് ചൊറിച്ചിൽ, ഇറിറ്റേഷൻ പോലെ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഡിയോഡ്രൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ റോൾ ഓൺ മാറ്റിയിട്ട് ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കുക കേട്ടോ ഡെയിലി. അങ്ങനെ നമ്മുടെ വിയർപ്പ് നാച്ചോ കാര്യങ്ങളോ ഒന്നും ഇതിലറിയില്ല. മാത്രമല്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഏലാദി സോപ്പ് ഉണ്ടല്ലോ, അതും നമ്മുടെ ബോഡി ഓഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് വിയർത്ത സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ആ സോപ്പ്. അത് ഒറ്റ യൂസിൽ മാറുമെന്നല്ല, നിരന്തരം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൗഡറും നല്ലതാണ്. കാൻഡിഡ് ഡസ്റ്റിംഗ് പൗഡർ എന്നാണ്, എവിടെ വേണമെങ്കിലും കിട്ടും, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത സാധനമാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ക്രീമും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ യൂസ് ചെയ്യണ ഈ ഒരു പൗഡറാണ്. ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റ അടിപൊളി ഒരു സാധനമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വാങ്ങി നോക്കുക കേട്ടോ. ഇത് ഒരു പെയ്ഡ് പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇപ്പോൾ കുറേ പേര് ഇങ്ങനെ ആരോടും പറയാൻ പറ്റാത്ത രീതിയിൽ ഇച്ചിങ് ആയിട്ടും റാഷസ് ആയിട്ടും ഫംഗലായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈവൻ വണ്ണുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് വരിക. കാരണം അവർക്ക് ഈ നല്ല മാംസം ഉള്ളതുകൊണ്ട് ഈ ഇടുക്ക് പോലെ ഇങ്ങനെ ഇരിക്കുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ കൂടുതൽ വരാൻ ചാൻസ് ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. ഒരു ഡെയിലി ഒരു 2-3 വട്ടമൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഈ ഒരു പൗഡർ. ഇപ്പം എനിക്ക് ഈ ചെവി ഈ സൈഡിലായിരുന്നല്ലോ വന്നത്. അപ്പോൾ ഞാൻ 2-3 വട്ടമൊക്കെ ഡെയിലി കുളിക്കാൻ തുടങ്ങി. അതായത് എനിക്ക് ചൂട് കൂടിയ സമയത്ത് എനിക്ക് വേറെ എവിടെയെങ്കിലും വരുമെന്ന് പേടിയായിട്ടോ ബോഡിയിൽ. അങ്ങനെ ഞാൻ ഡെയിലി ഒരു 2-3 വട്ടം, ഞാൻ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് കംഫർട്ടാണ്. ഞാൻ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്, അതായത് ഞാൻ രാവിലെ എണീക്കുമ്പോൾ റഫായിട്ടൊന്ന് കുളിക്കും. അത് കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കും. എന്നിട്ട് റഫായിട്ട് കുളിച്ചിട്ട് ഞാൻ ഇതിടും. എന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടെ വിയർക്കും. 1 മണിയൊക്കെ ആവും, 1-2 മണിയൊക്കെ ആവും ജോലി തീരാൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് റഫായിട്ട് കുളിച്ചിട്ട് ഇതിടും. പിന്നെ നൈറ്റ് ഞാൻ നന്നായിട്ട് കുളിക്കും കേട്ടോ. നൈറ്റാണ് എൻ്റെ കുളി ഏറ്റവും കൂടുതലും നീണ്ടു നിൽക്കുന്നത്. നൈറ്റ് കുളിച്ച് കഴിഞ്ഞിട്ടും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഇതിട്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബോഡിയിൽ ഇങ്ങനെ വെള്ളം നനവൊക്കെ ഇങ്ങനെ ഇടുങ്ങി നിൽക്കുന്നതാണെങ്കിൽ അതൊക്കെ തുടച്ച് എപ്പോഴും ഡ്രൈ ആക്കി വെക്കുക. ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ ശ്രമിക്കുക കേട്ടോ. ടൈറ്റ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട്, കാരണം ചൂടായതുകൊണ്ടാണ്. ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക, കോട്ടൺ ഡ്രസ്സുകൾ കൂടുതൽ ഇടുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചൂടുകുരുവൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പ്രിക്കിൾ ഹീറ്റ് പൗഡർ ഉണ്ടല്ലോ, ചൂടുകുരുവിൻ്റെ പൗഡർ, അതും കൂടി ഇടുന്നതും നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കുളിക്കുക, ഡെയിലി 2 നേരമെങ്കിലും കുളിക്കാൻ ശ്രമിക്കുക. കാരണം ചൂടാണ്. തലയിൽ നല്ല എണ്ണ തേച്ചിട്ട് ഒരു ദിവസം, ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും തലയിൽ നല്ല രീതിയിൽ എണ്ണ തേച്ച് കൊടുക്കുക. എണ്ണ തേച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ നിന്ന് ആ ചൂട് ഇളവി വരുന്നത് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിക്കാനായിട്ട് നോക്കുക. പിന്നെ നല്ല കരിക്കാണെങ്കിലും വെള്ളമൊക്കെ ചൂടായിട്ട് നമ്മൾ ഓൾറെഡി കുടിക്കും, എന്നാലും പറയാം നിറയെ വെള്ളം കുടിക്കുക, നിറയെ കരിക്കോ അങ്ങനെയുള്ളതൊക്കെ കുടിക്കാൻ നോക്കുക. പിന്നെ എന്നെപ്പോലെ ഒരുപാട് ബോഡി ഹീറ്റ് ഉണ്ട്, PCOD പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു സ്പൂൺ ഉലുവ എടുത്ത് വെള്ളത്തിൽ കുതിർത്തിട്ട് നിങ്ങൾ ആ വെള്ളം എന്നും രാവിലെ കുടിക്കുകയാണെങ്കിൽ ബോഡി ഹീറ്റ് ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം വണ്ണം കുറയാനും അത് നല്ലതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക കേട്ടോ. ഞാനിപ്പോഴും ഡയറ്റാണ്, നിങ്ങളോട് ഞാൻ പറയുകയാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റുവാണെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റോറിലോ ആയുർവേദ ഷോപ്പുകളിലോ ഒക്കെ ഇത് വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. ഇതല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന നല്ല ഈ ചൂട് കാലത്ത് നമ്മുടെ ബോഡിക്ക്
വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രോഡക്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ നല്ല പ്രോഡക്ട്സുകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, എനിക്ക് വാങ്ങി നോക്കാനാണ്. എന്നിട്ട് അത് നല്ലതാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അതാണ് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അതുവരെയും ബൈ.